നമസ്കാരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസിന്റെ നേതാവും കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിനെതിരെ ലോകായുക്ത FIR ഫയൽ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. കർണാടക സർക്കാർ ഇതേ കേസ് അന്വേഷിക്കാൻ CBIക്ക് അനുവദിച്ചിരുന്ന അനുമതി പിൻവലിച്ചതിന് 3 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിർണായകമായ ഒരു നീക്കം കർണാടകത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ ശിവകുമാറിനെതിരായ കേസ് CBIയിൽ നിന്നും നേരെ കർണാടക ലോകായുക്തയുടെ കൈകളിൽ എത്തിയിരിക്കുന്നു. CBIക്ക് അനുവദിച്ച അനുമതി പിൻവലിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കേസ് ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ ലോകായുക്ത പോലീസിനോ കൈമാറുമെന്നുള്ള ഒരു അറിയിപ്പുണ്ടായത്. എന്തായാലും DGPയുടെ നിർദ്ദേശപ്രകാരം ലോകായുക്ത ബംഗളൂരു സിറ്റി പോലീസിന് മുമ്പാകെ FIR ഈ കേസിൽ ഇട്ടിട്ടുമുണ്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിർണായക കണ്ടെത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ, ഈ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ DK ശിവകുമാർ ഒരുപക്ഷെ മന്ത്രിസഭയിൽ നിന്ന് പോലും പുറത്തു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കോൺഗ്രസ് അനധികൃത സ്വത്ത് സമ്പാദന വിഷയം കേന്ദ്രത്തിന്റെ പീഡനം അല്ലെങ്കിൽ കേന്ദ്രം തങ്ങളെ വേട്ടയാടുന്നു എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് BJP ആവട്ടെ അഴിമതി തങ്ങൾ വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ള മുദ്രാവാക്യവുമായി തന്നെയാണ് കർണാടകത്തിന്റെ തെരുവുകളിൽ ഇറങ്ങുന്നത്. അവർ അത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ DK ശിവകുമാറിനെതിരെയുള്ള ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസ് കർണാടകത്തിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് കർണാടകത്തിൽ ഈ വിഷയം കത്തിക്കാൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.